ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ ലാലേട്ടന്റെ എപ്പിസോഡിന് ശേഷം ക്യാമറയിൽ നോക്കി മാപ്പ് പറയുന്ന ഒരു രേണുസുതിയാണ് കാണാനായിട്ട് സാധിച്ചത്. ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു യൂട്യൂബ് വീഡിയോ അത് ലാലേട്ടൻ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുമെന്ന് രേണുസുതി ഒട്ടും തന്നെ പ്രതീക്ഷിച്ച് കാണത്തില്ല. അപ്പോൾ ആ ഒരു വീഡിയോ അത് വൻ വൈറലാണ്. രേണുസുതിയുടെ യൂട്യൂബ് ചാനൽ അത് കിടപ്പുണ്ട്. അപ്പോൾ ക്യാമറയിൽ നോക്കി രേണു ഇങ്ങനെ പറയുകയാണ്, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ മാനേജ് ചെയ്യുന്ന കസിനോട് പറഞ്ഞതാണ് ഇത് ശരിയാവത്തില്ല, ഇത് ശരിയാവുമോ എന്നൊക്കെ ചോദിച്ചതാണ്. അപ്പൊ അവനാണ് പറഞ്ഞത് ഇത് ശരിയാവും, ഇത് നിർബന്ധമായിട്ട് ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ് എന്ന് രേണുസുതി പറയുന്നുണ്ട്. പിന്നെ എൻ്റെ ഫ്ലൈറ്റ് പോലും മിസ്സാവേണ്ടതായിരുന്നു, ഇത് ഓടിപ്പിടിച്ചത് ചെയ്തിട്ടാണ് ഞാൻ ഫ്ലൈറ്റ് പിടിച്ച് കയറി വന്നത് എന്നൊക്കെ പറഞ്ഞ് സോറി പറയുന്നുണ്ട് ബിഗ് ബോസിന്റെ അടുത്ത്, ലാലേട്ടന്റെ അടുത്ത്, എല്ലാവരുടെ അടുത്തും. എന്നിട്ട് 10 ഏത്തം അവിടെ നിന്ന് ഇടുന്നുണ്ട്. ഞാൻ വേണേ ഒരു 10 ഏത്തം ഇടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഏത്തം ഇടുന്നുണ്ട്. അപ്പൊ നെവിൻ ആ വഴിയോടെ പോയപ്പോ നെവിൻ അവിടെ നിർത്തി ഇടിപ്പിക്കുന്നുണ്ട്. 1 2 3 എന്ന് പറഞ്ഞ് നെവിൻ അവിടെ നിർത്തി ഏത്തം ഇടിപ്പിക്കുന്നുണ്ട്. എന്തായാലും രേണുസുതിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയത്, ലാലേട്ടൻ അങ്ങനെ അത് എടുത്തു പൊക്കി കാണിക്കും എന്നുള്ളൊരു കാര്യം പ്രതീക്ഷിച്ച് കാണത്തില്ല. അത് അത്രയും വൈറലായതുകൊണ്ടും ജനശ്രദ്ധ നേടിയത് കൊണ്ടുമാണ് ലാലേട്ടൻ അത് എടുത്തു കാണിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ചെയ്തത് ഒരു തെറ്റായി പോയി എന്ന് രേണുവിന് തോന്നിയത് കൊണ്ടായിരിക്കാം ക്യാമറയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ ഏത്തമൊക്കെ ഇടുന്നത്. അതൊരു തെറ്റ് തന്നെയാണ്. കാരണം ബിഗ് ബോസിനകത്തേക്ക് പോകുന്ന ആരും തന്നെ ഇങ്ങനൊരു പരിപാടി കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് മലയാളത്തിൽ നമ്മൾ കണ്ടിട്ടേ ഇല്ല. വോട്ട് അപേക്ഷിച്ചൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതൊന്നും. പിന്നെ ഇത് ഇലക്ഷനും കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇലക്ഷൻ ക്യാമ്പയിനിങ് ഒക്കെ നടത്തി വോട്ട് ക്യാൻവാസ് ചെയ്ത് ഇലക്ഷൻ ജയിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ ഇത്. ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ ഗെയിം കളിക്കുക, ജയിക്കുക. ലാലേട്ടൻ തന്നെ ഇത് രേണുസുതിയോട് പറയുന്നുണ്ട്, ഗെയിം കളിച്ച് ജയിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ കാര്യം. അല്ലാതെ വെറുതെ നമ്മൾ വോട്ട് ക്യാൻവാസ് ചെയ്തുകൊണ്ടോ ഇലക്ഷൻ ക്യാൻവാസ് നടത്തിയതുകൊണ്ടോ ഒരു കാര്യവുമില്ല.